130. പേടിയോട് കൂടി എന്റെ കണ്ണിലുണ്ടല്ലോ ഐഡിയ ഉണ്ട്. ഗായ്സ്, ലൈഫ് ഓഫ് മൂവിയാണ്. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. മഴയൊക്കെയാണല്ലേ, പക്ഷേ നമ്മൾ കോഴിക്കോട് മിഠായി തെരുവിൽ ഏത് സമയത്ത് പോയാലും ഒടുക്കത്തെ തിരക്കാണ്. ഇന്നാണെങ്കിൽ കുറച്ച് മഴേൻ്റെ കുറവുള്ളതുകൊണ്ട് തന്നെ ഞാൻ നമ്മളെ കോഴിക്കോട് മിഠായി തെരുവിലൊന്ന് പോയിട്ടുണ്ടായിരുന്നു. സംഭവിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നല്ല സീസണൽ മാർക്കറ്റ് കാര്യങ്ങൾ, ഓഫർ, ഒരുപാട് സ്ട്രീറ്റ് ഷോപ്പിംഗ് എല്ലാം നടക്കുന്നുണ്ട്. സോ ഈ ഒരു ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റിയ ബെസ്റ്റ് ടൈമാണ്. അതേപോലെ തന്നെ തിരക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് തിരക്കാണ്. ഇത്രയും മഴ കാര്യങ്ങളൊക്കെ ആയിട്ടും ഒരുപാട് ആൾക്കാർ വന്നിട്ട് പർച്ചേസ് ചെയ്ത് പോകുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഒന്ന് സ്കൂൾ തുറക്കാനായി, രണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി വരാൻ പോകുന്ന വലിയ പെരുന്നാളിൻ്റെ ഒരു ഓഫർ കാര്യങ്ങൾ, പർച്ചേസ് കാര്യങ്ങളൊക്കെ ആൾക്കാരിപ്പം തുടങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈമും കൂടിയാണ്. സോ എന്തൊക്കെയാണ് ഉള്ളത്, എത്രത്തോളം വിലക്കുറവുണ്ട്, സീസണൽ മാർക്കറ്റ് കാര്യങ്ങൾ, ഹോൾസെയിൽ ഏരിയകൾ, അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് സ്ഥലങ്ങൾ നമ്മളെ കോഴിക്കോട് മിഠായി തെരുവിൽ വരുന്നുണ്ട്. ആ ഏരിയകളൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ സബ്സ്ക്രൈബേഴ്സിന് സ്പെഷ്യലായിട്ടുള്ളൊരു വീഡിയോ കൂടിയാണ്. ഒരുപാട് നമ്മൾ SM സ്ട്രീറ്റിൻ്റെ, അതായത് നമ്മളെ മിഠായി തെരുവിൻ്റെ വീഡിയോസ് ഇട്ടിട്ടുണ്ടെങ്കിലും ഞാൻ ഒരുപാട് സ്പോട്ടുകൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിലും റീസെൻ്റ്ലി ഇപ്പം നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ അറിയാനുള്ളൊരു വ്ളോഗും കൂടിയാണിത്. സോ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ഒരു ബെല്ലൈക്കൺ ഇല്ലേ, അത് നിങ്ങൾ ഇനബിൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അതൊന്ന് കുറച്ച് കുറവുള്ളതുകൊണ്ട് തന്നെ എന്നെപ്പോലെ തന്നെ ഒരുപാട് ആൾക്കാർ ഈ ഷോപ്പിങ്ങിന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് ദിവസങ്ങളൊക്കെ ആയി പുറത്തേക്കൊക്കെ ഒന്ന് കാര്യമായിട്ട് ഇറങ്ങിയിട്ട്, അതുകൊണ്ട് തന്നെ നമ്മളെ വീഡിയോസൊക്കെ കുറേയൊക്കെ മിസ്സിങ് ആയിരിക്കും. അതുപോലെ തന്നെ ഞാനിപ്പോൾ കുറേ കാലത്തിൻ്റെ ശേഷമാണ് കോഴിക്കോട് മിഠായി തെരുവിലൊന്ന് പോകുന്നത്. അപ്പോൾ പോയ സമയത്ത് തന്നെ ഞാൻ ഇത്ര തിരക്കൊന്നും പ്രതീക്ഷിച്ചില്ല. ഒന്നാമത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മഴ ആയതുകൊണ്ട് തന്നെ ആൾക്കാരൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ വിചാരിച്ചത്, പക്ഷേ ഇഷ്ടംപോലെ ആളുണ്ടായിരുന്നു കേട്ടോ. ഇപ്പം കുറേ ഈ കളിക്കുന്ന ഒരു സംഭവമാണല്ലോ ഈ ബോട്ടിൽ, അതായത് വാട്ടർ ബോട്ടിൽ. ഇപ്പോൾ ഒരുപാട് ആൾക്കാർ, ഞാനും വാങ്ങിയിട്ടുണ്ടായിരുന്നു. 180 രൂപ, 150 രൂപ, 130 രൂപക്കൊക്കെ ബാർഗെയിൻ ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ഇത് അവരാദ്യം പറയും 250, 180 എന്നൊക്കെ പറയും. ഞാൻ ഇത് വാങ്ങിയിട്ടുണ്ടായിരുന്ന ഈ ബോട്ടിൽ 130 രൂപക്കായിരുന്നു കേട്ടോ. അപ്പം SM പോയി കഴിഞ്ഞാൽ നമ്മൾ നല്ലോണം ബാർഗെയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഞാൻ ഇപ്പോൾ നിൽക്കുന്ന മെയിൻ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഫ്രണ്ടിലോട്ട് നടന്നു പോകുന്നതിനനുസരിച്ച് നമുക്ക് ഒരുപാട് സ്ട്രീറ്റ് ഷോപ്പിംഗ് കാണാം. മിഠായി തെരുവിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഷോപ്പുകളെല്ലാം ആൾക്കാർ കാര്യമായിട്ട് എക്സ്പ്ലോർ ചെയ്യാനും അതേപോലെ തന്നെ ഷോപ്പിംഗ് ചെയ്യാനും വരുന്നത്. ഇവിടുത്തെ സ്ട്രീറ്റ് ഷോപ്പിംഗ് ആണ് ആൾക്കാർക്ക് മെയിനായിട്ട് ഉള്ളത്. പിന്നെ ഈ തെരുവ് കച്ചവടക്കാരില്ലെങ്കിൽ പൊതുവെ മിഠായി തെരുവിൽ പോയാൽ അത്ര രസമൊന്നും ഉണ്ടാവില്ല, അത്ര ആൾക്കാരൊന്നും ഉണ്ടാവില്ല. പൊതുവെ ഷോപ്പിലുള്ളത് പർച്ചേസ് ചെയ്യുന്ന വളരെ കുറച്ച് ആൾക്കാരെ മാത്രമേ നമുക്ക് കാണാൻ വേണ്ടി പറ്റുള്ളൂ. ഇപ്പോൾ സീസൺ ആയതുകൊണ്ട് തന്നെ ഇഷ്ടം പോലെ ആൾക്കാരുള്ളതുകൊണ്ട് തന്നെ ഇവരെ അടുത്തേക്കാണ് അധികം ആൾക്കാർ പർച്ചേസിങ്ങിന് ഇറങ്ങുന്നത്. ഇപ്പം മഴക്കാലമൊക്കെ ആയതുകൊണ്ട് തന്നെ കുറേ ഡ്രസ്സ് സാധനങ്ങളൊക്കെ എല്ലാവർക്കും ആവശ്യമുണ്ടാവും, പ്രത്യേകിച്ച് വീട്ടിൽ നിന്നൊക്കെ ഇടാൻ വേണ്ടിയിട്ട്. എത്ര ഡ്രസ്സ് ഉണ്ടെങ്കിലും മഴക്കാലത്ത് എത്ര തികച്ചാലും തികയാത്തൊരു ടൈമാണ്. അപ്പോൾ 250 രൂപക്ക് കണ്ടോ ഈ കാണിക്കുന്ന സെറ്റില്ലേ, പാൻറ്റും അതേപോലെ തന്നെ ടീഷർട്ട് 250 രൂപക്കാണ് വരുന്നത്. ഒരുപാട് കളക്ഷൻസ് ഉണ്ട്, അതേപോലെ തന്നെ ഒരുപാട് കളേഴ്സിലൊക്കെ അവൈലബിൾ ആണ്. പിന്നെ നെക്സ്റ്റ് ഞാൻ നോക്കിയിട്ടുള്ളത് ബാഗുകളാണ്. ബാഗുകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 50 രൂപ മുതൽ കിഡ്സിൻ്റെ ബാഗുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ 200, 250, 150 ഈ റേറ്റിനൊക്കെ ബാഗുകൾ ഞാൻ കുറേ കണ്ടിട്ടുണ്ടായിരുന്നു. ബാഗിൻ്റെ സെക്ഷൻ നോക്കുകയാണെങ്കിൽ തന്നെ കോളേജ് ബാഗുകൾ ഒരുപാട് വരുന്നുണ്ട്, അതായത് വൺ സൈഡായിട്ട് ഇടുന്നത്. അതേപോലെ തന്നെ പേഴ്സണൽ ബാഗുകൾ, സ്ലിംഗ് ബാഗുകൾ, അതേപോലെ തന്നെ മേക്കപ്പ് പ്രൊഡക്ട്സിൻ്റെ ബാഗുകൾ, അങ്ങനെയൊക്കെ കുറേ ഐറ്റംസ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ ഓൺലൈനിലൊക്കെ നോക്കുന്ന സമയത്ത് നമുക്കിപ്പോൾ ഡെലിവറി ചാർജ് അടക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ചെറിയൊരു അഫോർഡബിൾ റേറ്റ് ഒന്ന് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റും.
അപ്പോൾ അത് വേർത്തായിട്ട് തോന്നി. ഞാൻ ഇപ്പോൾ കറക്റ്റ് ഉള്ളതെന്ന് പറഞ്ഞാൽ മിഠായിത്തെരുവിന് തന്നെ മെയിൻ സ്പോട്ടിലാണ്, അതായത് MP റോഡ്. ഞാൻ ഒരുപാട് വീഡിയോസ് ഈ ഒരു ഏരിയനെ കുറിച്ച് ഇട്ടിട്ടുണ്ട്. മിഠായിത്തെരുവിൽ ഏറ്റവും കൂടുതൽ വിലക്കുറവിന് കിട്ടുന്ന, അതായത് സ്ട്രീറ്റ് ഷോപ്പിംഗ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ് ഈ ഒരു MP റോഡ്. അതായത് ഈ ഒരു ഭാഗം അധികവും ഹോൾസെയിൽ ഏരിയയാണ്, അതായത് ഷോപ്പിലേക്കൊക്കെ ഉള്ള ആൾക്കാർ അധികവും സാധനങ്ങൾ എടുത്തു പോകുന്ന ഒരു ഏരിയയാണ് ഇത് വരുന്നത്. ഇവിടെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പോകുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ ഒരുപാട് പേർക്ക് കുട്ടികളുള്ളവരുണ്ട്, അതായത് സ്കൂൾ തുറക്കാനുള്ള സാധനങ്ങളൊക്കെ വേണം എന്ന് നോക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ വരേണ്ട ഒരു ഏരിയയാണ് ഈ MP റോഡ്, അതായത് മൊയ്തീൻ പള്ളി റോഡ്. ഇവിടെ ഒരു പള്ളി വരുന്നുണ്ട്, മൊയ്തീൻ പള്ളി എന്ന് പറഞ്ഞിട്ട്, അതുകൊണ്ടാണ് ഈ റോഡിന് MP റോഡ് എന്നുള്ള പേര് വരുന്നത്. അപ്പോൾ കുടകളൊക്കെ ഞാൻ ചോദിച്ചിട്ടോ, അപ്പോൾ മഴക്കാലമാണ്, ഇപ്പോൾ കുട എല്ലാവർക്കും വേണ്ട ഒരു സാധനമാണ്. ഈ ഒരു ഏരിയയിലാണെങ്കിൽ 150 രൂപക്ക് നിങ്ങൾക്ക് കിട്ടും. ഫ്രണ്ടിൽ പോയിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 200 രൂപ 250 രൂപയാണ് കുടകൾക്ക് വരുന്നത്. ഞാൻ ഈ കാണിക്കുന്ന ഭാഗമാണ് SM സ്ട്രീറ്റിലെ തന്നെ ഏറ്റവും വലിയ ഹോൾസെയിൽ ഏരിയ. അതായത് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോപ്പിലേക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ബിസിനസ് ആവശ്യങ്ങൾക്കൊക്കെ സാധനങ്ങൾ ഏറ്റവും വിലക്കുറവിന് എടുക്കാൻ പറ്റിയ ഒരു സ്പോട്ടാണിത്. ഈ ഒരു ഭാഗത്തിന് പറയുന്ന പേരാണ് ഒയാസിസ് കോമ്പൗണ്ട്, അതായത് ഒയാസിസ് ലോഡ്ജ് എന്നാണ് ഇതിൻ്റെ പഴയ പേരുണ്ടായിരുന്നത്. ഇപ്പോൾ ഇവരിതിൻ്റെ പേരൊക്കെ ചേഞ്ച് ചെയ്തിട്ട് ഒയാസിസ് കോമ്പൗണ്ട് എന്നൊക്കെ ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഈ ഒരു ഭാഗത്ത് ഞാൻ നോക്കിയപ്പോൾ ഇപ്പം സീസൺ ആയാണല്ലോ, സ്കൂൾ തുറക്കണേ, ഒരുപാട് ബാഗുകൾ, ബുക്കുകൾ, അതേപോലെ തന്നെ ബുക്ക് പൊതിയുന്ന റാപ്പിംഗ് കവേഴ്സ്, പിന്നെ നമ്മളെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ചവിട്ടി തുടങ്ങിയിട്ടുള്ള A to Z സാധനങ്ങൾ ഈ ഒരു ഭാഗത്ത് ഹോൾസെയിൽ പ്രൈസിന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ പലരും ചോദിക്കും, ഈ ഹോൾസെയിൽ പ്രൈസ് എന്ന് പറയുമ്പോൾ കുറേ ഐറ്റംസ് എടുക്കണ്ടേ, അല്ലെങ്കിൽ ഒരു പീസ് 2 പീസൊക്കെ ആയിട്ട് കിട്ടുമോ എന്നുള്ളത്. പക്ഷേ ഈ ഒരു ഭാഗത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1 പീസായാലും 2 പീസായാലും നല്ല വിലക്കുറവിന്, അതായത് നമ്മൾ മിഠായിത്തെരുവിൻ്റെ ഉള്ളിലോട്ട് കയറും തോറും ഈ ഒരു ഭാഗത്ത് എത്തുമ്പം പ്രൈസിൽ നല്ല ഡിഫറൻറ്റ് ഉണ്ട് കേട്ടോ. അതായത് ഞാൻ പറഞ്ഞല്ലോ, കുടകൾ തന്നെ 250 രൂപ വരുന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്ത് നമ്മൾ കുട പർച്ചേസ് ചെയ്യുന്ന സമയത്ത് 150 രൂപയാണ് വരുന്നത്. അപ്പോൾ അത്ര ഡിഫറൻസ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഏരിയ മിസ്സാക്കേണ്ട. SM വരുന്നുണ്ടെങ്കിൽ പലർക്കും അറിയില്ല ഈ ഒരു ഭാഗം. ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഒരുപാട് കടകളുണ്ട്, പോക്കറ്റ് റോഡുകൾ. അതായത് നമ്മൾ കാണുന്ന ഫ്രണ്ടിൽ കാണുന്ന കടകൾ മാത്രമല്ല, ഉള്ളിലോട്ടൊക്കെ ഈ ഒരു പോക്കറ്റ് കടകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ഒരു ഭാഗത്ത് കയറുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് എല്ലാ കടകളിലും പ്രൈസ് നോക്കിയിട്ട് എവിടെയാണോ കുറവ് അവിടുന്ന് പർച്ചേസ് ചെയ്യുക. കാരണം 1-2 കടകളല്ല, ഒരുപാട് കടകൾ വരുന്നുണ്ട്. ഇപ്പോൾ ബാഗുകൾ, ബുക്കുകൾ, അതേമാതിരി കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള A to Z സാധനങ്ങൾ ഇപ്പോൾ സീസണൽ മാർക്കറ്റ് ആയതുകൊണ്ട് ഇവിടെ ഉണ്ട്. ഇവിടെ ഓരോ സമയങ്ങളിൽ ഓരോരോ ഐറ്റംസ് ആണ് ഉണ്ടാവും അധികവും. അതായത് ഇപ്പോൾ സ്കൂൾ തുറക്കുന്ന സമയമായതുകൊണ്ട് തന്നെ സ്കൂൾ ഐറ്റംസ്, അതേമാതിരി പെരുന്നാൾ ടൈമിന് അങ്ങനെയൊക്കെ വരും. പിന്നെ ഈ ക്രാഫ്റ്റിൻ്റെ ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ, പലരും എന്നോട് ചോദിക്കാറുണ്ട്, അവർക്ക് ഈ എൻഗേജ്മെൻറ്റ് ഹാമ്പർ സെറ്റ് ചെയ്യുന്ന സാധനങ്ങൾ, പിന്നെ അതേപോലെ തന്നെ നമുക്കിപ്പോൾ ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ക്രാഫ്റ്റ് ഐറ്റംസ് കാര്യങ്ങളൊക്കെ, അതേപോലെ തന്നെ ഈ ടൈലറിംഗ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് അതിനുള്ള സ്റ്റിച്ചിങ് സാധനങ്ങളും എല്ലാം ഈ ഒരു ഭാഗത്ത് കിട്ടും കേട്ടോ. അപ്പോൾ ചെറിയ ഒരു ബുക്സും മറ്റേ കവേഴ്സും മാത്രം വിൽക്കുന്ന ഒരു ഭാഗമൊന്നുമല്ല, ഇവിടെ കുറേ സാധനങ്ങൾ ഷോപ്പൊക്കെ സ്വന്തമായിട്ട് നടത്തുന്നവർക്ക് ഹോൾസെയിലിന് സാധനങ്ങൾ എടുക്കാൻ പറ്റിയ ഒരു ഏരിയ കൂടിയാണിത്. അപ്പോൾ നിങ്ങൾ എന്തായാലും എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഈ ഒരു ഭാഗം മിസ് ചെയ്യേണ്ട. ഞാനത് അറിയാത്തവർക്ക് പറഞ്ഞു തന്നാണ്. ആയതുകൊണ്ട് തന്നെ ഇതിനുള്ളിൽ നല്ല തിരക്കുണ്ട്. ഞാൻ എപ്പോൾ പോയാലും ഇതിൻ്റെ ഉള്ളിൽ നല്ല തിരക്കുണ്ടാവാറുണ്ട്. നിങ്ങൾക്ക് ബൈക്ക് പാർക്കിംഗ് അവിടെ ഫ്രീ ആയിട്ട് കിട്ടും കേട്ടോ. അതായത് കുറേ ബൈക്കൊന്നും പാർക്ക് ചെയ്യാൻ കഴിയില്ല. പൊതുവേ SM-ൻ്റെ ഉള്ളിൽ വണ്ടി അലൗഡ് അല്ല. പക്ഷേ ഈ ഒരു ഭാഗത്ത് നമ്മൾ വണ്ടി എടുത്ത് വരുമ്പോൾ, അതായത് പാളയം സൈഡിൽ നിന്നൊക്കെ വണ്ടി എടുത്ത് വരുമ്പോൾ ബൈക്ക് ഇവിടെ നിർത്തിയിടാനുള്ള പാർക്കിംഗ് വരുന്നുണ്ട്. അത് വലിയൊരു കാര്യം തന്നെയാണ്. കാരണം നമ്മൾ പാർക്കിംഗ് ആണല്ലോ വണ്ടി എടുത്ത് പോയി കഴിഞ്ഞാൽ അധികം നമുക്ക് കിട്ടാത്തത്. അപ്പോൾ ഫ്രീ പാർക്കിംഗ് ആണ് വരുന്നത്. പിന്നെ ഞാനിതിൻ്റെ മുന്നോട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് മുന്നോട്ടൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. ഇതിൽ അവസാനം കാണുന്ന എൻഡിൽ ഈ ഒരു ഭാഗത്തിന് ഒരു പള്ളി വരുന്നുണ്ട്. ആ പള്ളിക്ക് പറയുന്ന പേരാണ് മൊയ്തീൻ പള്ളി എന്നുള്ളത്. പിന്നെ ഇവിടെ കാണിക്കുന്ന ഒരുപാട് ക്രാഫ്റ്റ് സാധനങ്ങളൊക്കെ കിട്ടുന്ന ഒരു ഏരിയയാണ്. അതായത് നമുക്ക് എൻഗേജ്മെൻറ്റ് ഹാമ്പറിൻ്റെ സാധനങ്ങൾ, അതേപോലെ തന്നെ ഈ ഒരു ഫ്ലവേഴ്സ് കാര്യങ്ങളെല്ലാം കിട്ടുന്ന ഒരു ഏരിയയാണ് ഈ ഒരു ഭാഗം വരുന്നത്. ഇത് നിങ്ങൾ മിസ് ചെയ്യേണ്ട. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഭാഗം ആവശ്യമുള്ളതാണെന്നുണ്ടെങ്കിൽ ഒന്ന് ക്ലിപ്പ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ പോയി ലാസ്റ്റ് എൻഡ് കഴിഞ്ഞ് ഞാൻ അപ്പുറത്ത് കാണുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ പാളയം സൈഡാണ് വരുന്നത്. പാളയം സൈഡിൻ്റെ ഒരു വീഡിയോസ് ഞാൻ എന്തായാലും ഇനി വരും വ്ളോഗിലൊക്കെ ഇടും. കാരണം പാളയം ഒരുപാട് കാണാനും അതേപോലെ തന്നെ പർച്ചേസ് ചെയ്യാനുണ്ട്. ഒരുപാട് ഹോൾസെയിലിൻ്റെ ഒരു മെയിൻ ഏരിയ കൂടിയാണ് പാളയം വരുന്നത്. അപ്പോൾ അത് ആ ഒരു ഭാഗം എന്തായാലും നമ്മൾ സബ്സ്ക്രൈബേഴ്സിനെ അറിയിക്കണം എന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. ഞാൻ എപ്പം SM-ൻ്റെ ഉള്ളിൽ, അതായത് മിഠായിത്തെരുവിൻ്റെ ഉള്ളിൽ പോവുകയാണെങ്കിലും ഈ ഒരു ഭാഗം ഞാൻ മിസ് ചെയ്യില്ല കേട്ടോ. എനിക്കറിയാം ഈ ഒരു ഭാഗത്ത് പോയി കഴിഞ്ഞാൽ എന്തായാലും നല്ല നല്ല സാധനങ്ങളൊക്കെ ഓഫറിന് കിട്ടും എന്നുള്ളത്. പിന്നെ നമ്മൾ ഈ കടകളിൽ നിന്നൊക്കെ ഈ പോവാത്ത ഐറ്റംസ് സാധനങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ചെറിയ പ്രൈസിന് വിൽക്കുന്ന ഒരു ഭാഗമാണ് ഇട്ടത്. അതായത് ചെരുപ്പുകളായിക്കോട്ടെ, അതേപോലെ തന്നെ വസ്ത്രങ്ങളായിക്കോട്ടെ, പിന്നെ പേഴ്സണൽ കെയർ ഐറ്റംസ് ആയിക്കോട്ടെ, ഇതൊക്കെ ഈ കടകളിലൊക്കെ പഴയ ഓൾഡ് സ്റ്റോക്സ് ഒക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ അവർ സ്റ്റോക്ക് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്തരം ചെറിയ ചെറിയ ഈ ഒരു സ്ട്രീറ്റ് കച്ചവടക്കാരെ കയ്യിലൊക്കെ കൊടുക്കും. അവരത് വിറ്റ് കൊടുക്കും 50 രൂപക്കും അതേപോലെ തന്നെ 10 രൂപക്കും 20 രൂപക്കൊക്കെ ആയിട്ട്. അപ്പം ഞാൻ പറഞ്ഞല്ലോ കുടകൾ, അതായത് നമ്മൾ മിഠായിത്തെരുവിൻ്റെ ഫ്രണ്ടിൽ കയറിയപ്പം 250 രൂപയായിരുന്നു. ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ അത് ഈ കുടകൾക്ക് 150 രൂപയായി. അതായത് സെയിം കുട, അതായത് പ്രൈസിൽ നല്ല ഡിഫറൻസ് കണ്ടില്ലേ. അപ്പോൾ ഞാൻ അതാണ് പറയുന്നത്, ഈ ഒരു ഭാഗം നിങ്ങൾ മിസ് ചെയ്യേണ്ട എന്നുള്ളത്. അപ്പം ഞാൻ ജസ്റ്റ് പോയി കഴിഞ്ഞിട്ട് നേരെ തിരിച്ച് റിട്ടേൺ തന്നെ വന്ന് അത് നമ്മൾ പോയ സ്ഥലത്തേക്ക് തന്നെ എത്തി.
എത്തി. പിന്നെ അപ്പുറത്തെ സൈഡിൽ തന്നെ എന്ന് പറഞ്ഞാൽ എൻഡിൽ തന്നെ ഒരു ചെരുപ്പിൻ്റെ ഒക്കെ ഷോപ്പുകളൊക്കെ വരുന്നുണ്ട്. പക്ഷെ ഇവിടെ അത്ര റേറ്റ് കുറവൊന്നുമില്ല. നമ്മൾ വലിയ ബോർഡൊക്കെ കാണുന്നുണ്ടെങ്കിലും ചിലതിൽ കടകളിൽ ബോർഡ് മാത്രമേ ഉണ്ടാവാറുള്ളൂ. റേറ്റിലൊന്നും വലിയ വ്യത്യാസമൊന്നും തോന്നിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഇതാണ് പാളയം. അങ്ങോട്ടേക്ക് കയറി കഴിഞ്ഞാൽ ഇവിടെ കുറേ ജ്വല്ലറീസ് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ വരുന്നത്. പിന്നെ ഹൽവ കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ പറ്റിയൊരു ഏരിയ കൂടിയാണിത്. അതായത് നിങ്ങൾക്ക് കോഴിക്കോടൻ ഹൽവ ഒക്കെ ഭയങ്കര ഫേമസ് അല്ലേ. അപ്പോൾ ഹൽവ ഒക്കെ ഇവിടെ ഒരുപാട് നല്ല നല്ല ഷോപ്പുകളിൽ നിന്നൊക്കെ കിട്ടാറുണ്ട്. ഓഫറിന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. അപ്പോൾ നോക്കിയിട്ട്, അതായത് പല ഷോപ്പിലും പല റേറ്റാണ് ഹൽവക്ക് വരുന്നത്. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ഭാഗം, അതായത് മിഠായിത്തെരുവിനെ തന്നെ മെയിൻ ഏരിയ ആയിട്ട് മാറിയ ഒരു ഭാഗമാണ് ഈ സൺഡേ മാള്. അതായത് ഇതിന് പേരെങ്ങനെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു മാള് പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് ഞായറാഴ്ച മാത്രമേ ഉണ്ടാവുള്ളൂ എന്നൊക്കെ. ഇതെല്ലാ ഡേയ്സും ഉണ്ടാവും. പ്രത്യേകിച്ച് ഇപ്പോൾ സ്കൂളിലെ സീസണൽ മാർക്കറ്റ് ഏറ്റവും കൂടുതൽ സാധനങ്ങൾ കൂടുതൽ കൂട്ടിയിട്ടതും ഇവിടെ തന്നെയാണ്. ബോക്സുകൾ, ബുക്സ്, അതേപോലെ തന്നെ ബാഗ്, കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള ടോയ്സ്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ സാധനങ്ങളും അത്യാവശ്യം നല്ല വിലക്കുറവിന് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ ക്വാളിറ്റി ഒക്കെ നോക്കിയിട്ട് പർച്ചേസ് ചെയ്യാം. ഞാൻ എപ്പോഴും എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് പറയുന്നത്, നിങ്ങൾ കാണുമ്പോഴത്തിന് ഭയങ്കര നല്ല ക്വാളിറ്റി ആണെന്ന് എക്സ്പെക്ട് ചെയ്തിട്ട് ചെറിയ പൈസക്ക് വാങ്ങിയിട്ട് ക്വാളിറ്റി കുറവാന്ന് പറഞ്ഞിട്ട് കമൻറ്റ് അടിക്കാൻ നിൽക്കരുത്. നിങ്ങൾ കൊടുക്കുന്ന പൈസ ഏതാണോ ആ ഒരു പൈസക്കുള്ള വേർത്ത് ആ ഒരു പ്രൊഡക്റ്റിന് ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങളത് നോക്കിയിട്ട് പർച്ചേസ് ചെയ്യുക. പിന്നെ ഞാൻ അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയതിൻ്റെ ശേഷം തിരിച്ച് ഇതേപോലെ തന്നെ റിട്ടേൺ ഇറങ്ങി. അപ്പോൾ ഞാൻ ഏകദേശം വെറുതെ വന്നതായിരുന്നു. നല്ല ഓഫേഴ്സ് കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങളായിട്ടൊന്ന് അറിയിക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ നിൽക്കുകയാണ്. അപ്പം മഴ ഇന്ന് കുറച്ചൊരു കുറവുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ ഇന്ന് വന്നത്. പലരും ഇപ്പം ഡ്രസ്സൊക്കെ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ സ്കൂൾ തുറക്കുന്ന സാധനങ്ങൾ വാങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം നമ്മളെപ്പോലെ തന്നെ വെറുതെ കാണാൻ വന്നവരുണ്ട്. നല്ല രസമാണ്. നമ്മൾ പോയി കഴിഞ്ഞാൽ തിക്കും തിരക്കും എപ്പം പോയാലും മിഠായിത്തെരുവിൽ ആൾക്കാർ ഉണ്ടാവും. ഇത് ഈ ഒരു ഏരിയൻ്റെ ഒരു പ്രത്യേകതയാണത്. അത് നമ്മുടെ നാട്ടിലുള്ള കോഴിക്കോട്ടുകാർ മാത്രമൊന്നുമല്ല, പല നാടുകളിൽ നിന്നുള്ള ആൾക്കാർ വരും. അതാണ് മെയിൻ ഹൈലൈറ്റ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങളൊക്കെ കാണാൻ വേണ്ടി പറ്റുമെന്ന് വിചാരിക്കുന്നുണ്ട്. സോ നമുക്കൊരു ഇൻസ്റ്റഗ്രാം പേജ് ഉണ്ട്. അപ്പോൾ എന്തായാലും ഞാനത് ജസ്റ്റ് ഓപ്പൺ ആക്കിയിട്ടുള്ളൂ. ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എന്തായാലും റിക്വസ്റ്റ് അയക്കുക. നിങ്ങൾ ഏതൊക്കെ നാടുകളിൽ നിന്നാണ് എൻ്റെ വീഡിയോസ് കാണുന്നതെന്ന് എനിക്കറിയില്ല. എൻ്റെ സബ്സ്ക്രൈബേഴ്സ് പല നാടുകളിൽ നിന്നുള്ളവരുണ്ട്. അപ്പം നിങ്ങളായിട്ടൊക്കെ ഡയറക്റ്റ് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു യൂട്യൂബിനെക്കാട്ടി കൂടുതൽ ഇൻസ്റ്റഗ്രാമാണ്. സോ നിങ്ങൾ റിക്വസ്റ്റ് അയക്കുക. അതേപോലെ തന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ബെല്ലൈക്കൺ അടിക്കുകയാണെങ്കിൽ ഞാനിടുന്ന നല്ല വീഡിയോസിൻ്റെ പുതിയ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. പിന്നെ ഈ ഒരു ഭാഗത്തിന് പറയുന്നതാണ് കോട്ട് റോഡ്. ഇവിടെ ഒരു തിയേറ്റർ വരുന്നുണ്ട് കേട്ടോ, രാധാ തിയേറ്റർ. അതായത് കോഴിക്കോടത്തെ പഴയ തിയേറ്ററാണ്. പിന്നെ നല്ല ചീപ്പ് റേറ്റിന് നിങ്ങൾക്ക് ഫിലിമൊക്കെ കാണാൻ പറ്റിയൊരു തിയേറ്ററും കൂടിയാണ് രാധാ തിയേറ്റർ. അതിന് തൊട്ടപ്പുറത്തായിട്ടൊരു ആര്യഭവൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റും വരുന്നുണ്ട്. അപ്പോൾ അവിടുന്ന് ഫുഡും കഴിക്കാം. അപ്പോൾ ഈ ഒരു ഏരിയകളൊക്കെയാണ് ഞാനിപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളെ സബ്സ്ക്രൈബേഴ്സിനെ പരിചയപ്പെടുത്തി തരുന്നത്. ഇനി ഒരുപാട് സ്പോട്ടുകളുണ്ട്, ഹിഡൻ സ്പോട്ടുകൾ. അതായത് ഞാൻ പല ഷോട്ട് ഇട്ടിട്ടുള്ള അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അതിനെക്കുറിച്ച് മാത്രമായിട്ട് വീഡിയോസൊക്കെ ഇടാം. അപ്പോൾ ഏതായാലും ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ എന്തായാലും മഴയൊക്കെയാണ്, സേഫായിട്ടൊക്കെ ട്രാവൽ ചെയ്യുക. അതേപോലെ തന്നെ പെരുന്നാൾക്കൊക്കെ എല്ലാവരും ഡ്രസ്സൊക്കെ എടുത്തിട്ടില്ലെങ്കിൽ എടുക്കുന്നവരാണെങ്കിൽ എടുക്കാത്തവരാണെങ്കിൽ എന്തായാലും നമ്മളെ വീഡിയോസൊക്കെ കണ്ടിട്ട് നല്ല നല്ല കമൻസൊക്കെ അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ കൂടിക്കോ. അപ്പോൾ ടാറ്റ ഗൈസ്.